जय कुंज बिहारी जय राधा माधव जय कुंज बिहारी जय गोपी जन वल्लभा जय गिरिवरधारी
की जय, श्रील प्रभुपाद की जय, श्रील गुरु महाराज की जय, निताय गौर प्रेमानंदे, हरे हरे बोल, हरे कृष्ण. मंगलाचरण വെച്ച് തുടങ്ങാം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാധികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാവജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനേ. നമസ്തേ സാരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി ഭാഷ്യാതിദേശധാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമ്മുടെ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണ്? അഷ്ടമി രോഹിണി അല്ലേ? കേരളത്തിലെ ആൾക്കാർ ഭഗവാന്റെ അവതാര ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ് ഇന്ന് അഷ്ടമി രോഹിണി. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മൾ ഭക്തന്മാർക്ക്, വൈഷ്ണവന്മാർക്ക്, അല്ലേ? ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഭഗവാൻ ആദ്യം തന്നെ നമുക്കൊരു കാര്യം നോക്കാം. ഭഗവാൻ ജനിച്ചു എന്ന് പറയുന്നത് ശരിയാണോ? അല്ല അല്ലേ? ഭഗവാന് ജനനവുമില്ല മരണവുമില്ല. അപ്പൊ ഭഗവാൻ ജനിച്ചു എന്ന് പറയുന്നതിനേക്കാളും നല്ലത് നമ്മൾ എന്താ പറയേണ്ടത്? ഭഗവാൻ അവതരിച്ചു, ഇൻകാർണേഷൻ, അവതരിച്ചു എന്ന് പറയുന്നതാണ് കറക്റ്റ്. അപ്പൊ ഭഗവാന്റെ അവതരണ ദിവസമായിട്ട് നമുക്ക് ഈ ദിവസത്തെ കണക്കാക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഭഗവാന് ജനനമില്ല മരണവുമില്ല, അല്ലേ? ഇറ്റേണൽ, ശാശ്വതൻ. അതിനെപ്പറ്റി ഭഗവാൻ ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം, ഭഗവത്ഗീതയുടെ എല്ലാവരുടെ കയ്യില് ആരെങ്കിലുണ്ട്? ഭഗവത്ഗീതയില് 4ാമത്തെ ചാപ്റ്ററിലെ 6ാമത്തെ ശ്ലോകം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ശ്ലോകമാണ്. ഭഗവാൻ എന്താ പറയുന്നത്? അജോപിസൻ അവ്യാത്മാ ഭൂതാനാം ഈശ്വരോപിസൻ പ്രകൃതിം സ്വാം അധിഷ്ഠായ സംഭവാമി ആത്മമായയാ. 4.6. ഇതിന്റെ ട്രാൻസ്ലേഷൻ മലയാളം ആരെങ്കിലും എനിക്ക് പിറവിയില്ല. അത് എനിക്ക് പിറവിയില്ല. എന്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശം നേരിടുകയുമില്ല. ജീവജാലങ്ങൾക്കെല്ലാം എല്ലാം അധിപതിയാണ് ഞാൻ. എന്നിരിക്കലും യുഗന്തോറും എന്റെ ആദിമവും അതീന്ദ്രിയവുമായ രൂപത്തിൽ ഞാൻ അവതരിക്കുന്നു. അപ്പൊ ഭഗവാൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എനിക്ക് പിറവിയില്ല. അജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനനരഹിതൻ എന്നർത്ഥം. അതാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അജോപിസൻ അവ്യാത്മാ, എനിക്ക് പിറവിയില്ല. അതുപോലെ തന്നെ എൻ്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശവും നേരിടുകയില്ല. ഭഗവാന്റെ ശരീരം നമ്മുടെ ശരീരം പോലെയാണോ? നമ്മുടെ ശരീരം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? പഞ്ചഭൂതങ്ങളുണ്ട്, അല്ലേ? അപ്പൊ നമ്മുടെ ശരീരത്തിന് നാശമുണ്ട്. നമ്മൾ മരിച്ചു കഴിയുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിൽ നാശം സംഭവിക്കും. പക്ഷേ നമ്മുടെ
ഉള്ളിലെ ആത്മാവ്, നമ്മൾ എന്ന് പറയുന്നത് ആത്മാവാണ്. ആ ആത്മാവിന് നാശം ഇല്ല. അപ്പൊ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എൻ്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശം നേരിടുകയും ഇല്ല. ജീവജാലങ്ങൾക്കെല്ലാം അധിപതിയാണ് ഞാൻ. ഞാനെന്ന് പറയുന്നത് ഭഗവാൻ പറയുകയാണ്, ജീവജാലങ്ങളുടെ എല്ലാം ഉറവിടം, ജീവജാലങ്ങളുടെ എല്ലാം അധിപതിയാണ്. എല്ലാ ജീവജാലങ്ങളുടെയും ഉറവിടമാണ് ഭഗവാൻ. എല്ലാം ഭഗവാനിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താ, യുഗം തോറും എൻ്റെ ആദിമവും അതീന്ദ്രിയവുമായ രൂപത്തിൽ ഞാൻ അവതരിക്കുന്നു. യുഗം തോറും ഭഗവാൻ അവതരിക്കുന്നു. അപ്പൊ ഭഗവാൻ ജനിച്ചു, ഭഗവാൻ മരിച്ചു എന്നൊക്കെ പറയുന്നതിനെക്കാട്ടിലും എന്താണ്, ഭഗവാന് ജനനവും ഇല്ല മരണവും ഇല്ല. അതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. അജോ വിസൻ, ഞാൻ അജനാണ്, ജനനമില്ല മരണമില്ല. ജനനം, ഭഗവാന്റെ ജനനം, ഭഗവാന്റെ മരണം എന്ന് പറയുന്നതിനേക്കാളും ഭഗവാൻ അവതരിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഭഗവാന്റെ അംശമാണ്, വിഭിന്ന അംശമാണ് അല്ലെ. മമൈവ അംശമോ ജീവലോകെ എന്നാണ് ഭഗവാൻ പറയുന്നത്. എൻ്റെ അംശമാണ് ജീവജാലങ്ങളെല്ലാം. അപ്പൊ അംശമായ നമ്മൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ആത്മാവാണ്. അപ്പൊ ആത്മാവിനെ മരണമില്ല. അപ്പൊ ഭഗവാന്റെ വിഭിന്ന അംശമായ നമുക്ക് പോലും മരണമില്ല. അപ്പൊ എല്ലാത്തിൻ്റെയും ഉറവിടമായ ഭഗവാൻ മരണമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താണ് പറയേണ്ടത്, ഭഗവാന്റെ അവതരണ ദിവസം എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇപ്പൊ ഭഗവാൻ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, എന്താ പറയുന്നത്, യുഗം തോറും ഞാൻ എൻ്റെ ആദിമവും അതീന്ദ്രിയവുമായി, ഭഗവാന്റെ അതേ ആദിമവും അതീന്ദ്രിയവുമായി ഇതാണ് ശാശ്വതമായ ആ രൂപത്തില് ഭഗവാൻ അവതരിക്കുന്നു. അപ്പൊ അടുത്ത ശ്ലോകം 4.7. അപ്പൊ ഭഗവാൻ പറയും എന്തിനാണ് യുഗം തോറും, ഭഗവാൻ പറഞ്ഞു യുഗം തോറും എൻ്റെ അതേ ഒറിജിനൽ ഫോമിൽ ഞാൻ അവതരിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ അടുത്ത ശ്ലോകത്തില് ഭഗവാൻ പറയുന്നത് എന്തിനാണ് അവതരിക്കുന്നത്. 4.7 അടുത്ത ശ്ലോകം എടുത്ത് എല്ലാവർക്കും അറിയാമെന്നുള്ള ശ്ലോകമാണ് അല്ലെ. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. അപ്പൊ ഭഗവാൻ എന്തിനാണ് യുഗം തോറും അവതരിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്ന ശ്ലോകമാണ്. അതിന്റെ അർത്ഥം വായിച്ചാരെങ്കിലും, എപ്പോൾ എവിടെ ധർമാചരണത്തിന് ക്ഷയം നേടുന്നുവോ, എപ്പോൾ അധർമ്മം തഴച്ചു വളരുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു. അപ്പൊ എന്താണ് ഭഗവാൻ എഴുതിയിരിക്കുന്നത്? ഭഗവാൻ പറയുന്നത് എന്താണ്, എപ്പോഴാണോ ധർമ്മത്തിന് ക്ഷയം, ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നത്, എപ്പോൾ ധർമ്മത്തിന് ച്യുതി സംഭവിക്കുമ്പോൾ അധർമ്മം തഴച്ചു വളരുന്നു അല്ലെ. അധർമ്മം കൂടുമ്പോൾ ഭഗവാൻ അവതരിക്കുന്നു. അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു ഹേ ഭാരത. ധർമ്മത്തിന് എപ്പോഴാണോ നാശം സംഭവിക്കുന്നത് അപ്പോൾ ഭഗവാൻ അവതരിക്കുന്നു എന്ന് പറയുന്നു. അതുപോലെ അതിൻ്റെ കൂടെയാണ് നമ്മൾ അടുത്ത ശ്ലോകം പറയുന്നത് 4.8. എല്ലാവർക്കും അറിയാന്നുള്ള ശ്ലോകം അല്ലെ. പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഭക്തന്മാരെ രക്ഷിക്കാനും പ്രതികളെ നിഗ്രഹിക്കാനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുമായി യുഗം തോറും ഞാൻ അവതരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ യുഗം തോറും ഭഗവാൻ എന്തിനാണ് അവതരിക്കുന്നത്? ഭക്തന്മാരെ രക്ഷിക്കാനും ദുഷ്കൃതികളെ നിഗ്രഹിക്കാനും യുഗം തോറും ഭഗവാൻ അവതരിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ആദ്യം പറഞ്ഞു ധർമ്മത്തിന് ച്യുതി സംഭവിക്കുമ്പോൾ ഞാൻ എൻ്റെ ആ ഒരു ട്രാൻസ്ഫെറൽ ഫോമിൽ ഞാൻ വരുന്നു. അതുപോലെ അതിന്റെ കണ്ടിന്യൂഷനായിട്ട് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്, ഭക്തന്മാരെ രക്ഷിക്കാനും അധർമ്മികളെ ശിക്ഷിക്കാനും ഞാൻ യുഗം തോറും അവതരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ അതേ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വയം രൂപത്തിൽ ഭഗവാൻ അവതരിച്ചത്. അപ്പോൾ ഭഗവാൻ എപ്പോഴാണ് അവതരിച്ചത്? എത്ര വർഷം മുമ്പാണ്? 5000 വർഷം. 5000 വർഷങ്ങൾക്ക് മുമ്പാണ് ഭഗവാന്റെ അതേ ഫോമിൽ വൃന്ദാവനത്തിൽ അവതരിച്ചത്. അപ്പോൾ എന്തിനാണ് അവതരിച്ചത് എന്നുള്ള റീസൺ മനസ്സിലായല്ലോ നമുക്ക് അല്ലേ. ധർമ്മത്തെ രക്ഷിക്കാനും ഭക്തന്മാരെ രക്ഷിക്കാനും ഒക്കെയാണ് ഭഗവാൻ അവതരിച്ചത്. അപ്പോൾ 5000 വർഷങ്ങൾക്ക് മുമ്പ്
ഭഗവാൻ അവതരിച്ചു. ഇന്ന് പ്രഭു പറഞ്ഞത് ജന്മാഷ്ടമിയെ കുറിച്ചും ഭഗവാന്റെ ലീലകളെ കുറിച്ചും ഭഗവാന്റെ കാരണത്തെ കുറിച്ചും സംസാരിക്കാനാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്ക് പറയുന്നത്. അപ്പൊ 5000 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഇതുപോലെ ഭഗവാൻ ഇതിൽ പറയുന്നത് പോലെ, ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ധർമ്മം ക്ഷയിച്ചു തുടങ്ങി. അസുരന്മാരുടെ എണ്ണം കൂടി വന്നു. അപ്പോൾ ഭൂമി ദേവിക്ക് ഈ അസുരന്മാരുടെ ഭാരം താങ്ങാൻ വയ്യാതായി. അപ്പോൾ ഭൂമി ദേവി ഒരു പശുവിൻ്റെ രൂപത്തിൽ ബ്രഹ്മദേവന്റെ അടുത്ത് പോയി. അപ്പോൾ ബ്രഹ്മദേവൻ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇവര് ധർമ്മം വളരെ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല ഈ ദുഷ്ടന്മാരുടെ ദുഷ്ടപ്രവർത്തനങ്ങൾ, ഇതിനൊരു പരിഹാരം വേണം എന്ന് പറഞ്ഞിട്ട് ബ്രഹ്മദേവന്റെ അടുത്ത് പോയി പറഞ്ഞു. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, നമുക്ക് എല്ലാത്തിൻ്റെ സൊല്യൂഷൻ ആരെടുത്താണ്? ഭഗവാന്റെ അടുത്ത്. അപ്പോൾ ബ്രഹ്മദേവനും ദേവന്മാരും ഭൂമി ദേവിയും എല്ലാവരും കൂടെ ക്ഷീരസാഗരത്തിൻ്റെ ശ്വേതദ്വീപം ക്ഷീരസാഗരത്തിൻ്റെ കരയിൽ ശ്വേതദ്വീപത്തിൽ പോയിട്ട് ബ്രഹ്മദേവൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ബ്രഹ്മദേവൻ ഭാഗവത്തിൽ നോക്കിയാൽ പുരുഷ സൂക്തം പറഞ്ഞിട്ടാണ് ബ്രഹ്മദേവൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ബ്രഹ്മദേവന്റെ ഉള്ളിൽ ഭഗവാൻ ഒരു ആൻസർ കൊടുക്കും. നീ വിഷമിക്കണ്ട, നിങ്ങളാരും വിഷമിക്കണ്ട, ഉടനെ തന്നെ ഞാൻ അവതരിക്കും എന്ന് ബ്രഹ്മദേവനോട് പറയും. അപ്പൊ ബ്രഹ്മദേവന്റെ ഹൃദയത്തിലാണ് അത് കിട്ടുന്നത്. ഭഗവാനെ ആർക്കും അങ്ങനെ നേരിട്ട് കാണാനായിട്ട് പറ്റില്ല. ഒരു ആൻസർ പോലെയാണ് ഭഗവാൻ കൊടുക്കുന്നത്. അപ്പോൾ ബ്രഹ്മദേവന്റെ ഹൃദയത്തിൽ ആ ആൻസർ കിട്ടുമ്പോൾ ബ്രഹ്മദേവൻ ഇങ്ങനെ എല്ലാവരോടും പറയും, ബ്രഹ്മദേവിയോട് പറയും, ശരി വിഷമിക്കണ്ട, ഭഗവാൻ ഉടനെ തന്നെ അവതരിക്കും, തിരിച്ചു പോയിക്കോളൂ. അപ്പോൾ ഭൂമിദേവി വളരെ ഹാപ്പി ആയിട്ട് തിരിച്ചു പോകും. അപ്പോൾ ആ സമയത്ത് ഭൂമിയിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, വസുദേവരും ദേവകി മാതാവിൻ്റെയും കല്യാണം. കാരണം വസുദേവരും ദേവകി ഭഗവാന്റെ അച്ഛനും അമ്മയാണ്. അവരുടെ കല്യാണം നടക്കുകയാണ്. അപ്പൊ കല്യാണം നടന്നു കഴിഞ്ഞപ്പോൾ ദേവകിയുടെ സഹോദരൻ, ആരാണ് ദേവകിയുടെ സഹോദരൻ? കംസൻ. കംസന് ദേവകിയോട് ഭയങ്കര ഇഷ്ടമാണ്. കംസൻ എന്ത് ചെയ്യും? ദേവകിയെയും വസുദേവനെയും രഥത്തിൽ വെച്ചിട്ട് കംസൻ തന്നെ സ്വന്തമായിട്ട് രഥമൊക്കെ ഓടിച്ച് ദേവകിയെ വസുദേവരുടെ വീട്ടിൽ കൊണ്ടുവിടാനായിട്ട് വളരെ ഹാപ്പി ആയിട്ട് പോവുകയാണ്. അപ്പോൾ ഭാഗവതത്തിൽ എഴുതിയിട്ടുണ്ട് ദേവകിക്ക് എത്രയാണ് സ്ത്രീധനം കൊടുത്തത്. ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. 200 സെർവൻസ്, മെയ്ഡ് സെർവൻസ്, 200, 400 ആനകൾ, 10,000 കുതിരകൾ, 1800 രഥങ്ങൾ, പിന്നെ അതിൻ്റെ കൂടെ സ്വർണം, പണം, സ്വർണ്ണ നാണയങ്ങൾ വേറെ. ഇത്രയും സ്ത്രീധനമൊക്കെ കൊടുത്താണ് കംസൻ ആരെയും കൊണ്ടുപോകുന്നത്? ദേവകിയെയും വസുദേവരെയും കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് പറ്റി? പെട്ടെന്നൊരു അശരീരി കേൾക്കുന്നു. മേഘത്തുനിന്ന് ഒരു സൗണ്ട്. അല്ലയോ കംസ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ ഇത്രയധികം സ്നേഹിക്കുന്ന ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്നെ കൊല്ലും എന്നൊരു അശരീരി. അപ്പോൾ പെട്ടെന്ന് അത്ര നേരം വളരെ സ്നേഹത്തോടെ പെരുമാറിക്കൊണ്ടിരുന്ന കംസന്റെ രൂപവും ഭാവവും ഒക്കെ പെട്ടെന്ന് മാറി. കംസൻ എന്ന് പറയുന്ന ആരാണ്? ഒരു അസുരനാണ് അല്ലേ? അസുരന്മാരുടെ സ്വഭാവമാണ് കാണുന്നത്. അവരുടെ സ്വഭാവം പെട്ടെന്ന് മാറും. വളരെ സൗമ്യമായിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരും. എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ ഞാൻ എന്നുള്ള ചിന്തയാണ് അവർക്ക്. എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എനിക്ക് എന്തെങ്കിലും അപകടം വരുമോ എന്നറിഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരെ പറ്റി ചിന്തിക്കില്ല, അവരെ പറ്റി മാത്രമേ അവർ ചിന്തിക്കുള്ളൂ. അപ്പോൾ കംസൻ ഇപ്പം എന്താണ് മനസ്സിലായത്? ദേവകിയുടെ 8ാമത്തെ പുത്രൻ കൊല്ലും, കംസനെ കൊല്ലും എന്നറിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ദേവിയോട് ദേഷ്യം. അതുവരെ വളരെ സ്നേഹത്തോടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് തന്നെ വാള് ഊരിയെടുത്തിട്ട് ദേവകിയുടെ തലമുടി പിടിച്ച് വലിച്ച് ദേവകിയെ തള്ളി താഴെയിട്ട് കൊല്ലാനായിട്ട് വാളിന് പോകും. അപ്പോൾ വസുദേവർ പെട്ടെന്ന് കംസനെ പതുക്കെ പാസിഫൈ ചെയ്യും. അപ്പോൾ പ്രഭാത ഭാഗവത്തിലെ ഈ ഒരു പേപ്പറിൽ പ്രഭാത എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ അസുരന്മാരുടെ സ്വഭാവം അത് വളരെ സെൽഫ് സെൻറ്റേർഡ് ആണ്. അവരുടെ കാര്യം മാത്രം. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ആരെ കൊല്ലാനോ
ആരെ ഉപദ്രവിക്കാനും അവർക്ക് മടിയില്ല. പെട്ടെന്ന് സൗമ്യമായിട്ടിരിക്കുന്ന ആൾക്കാർ പെട്ടെന്ന് സ്വഭാവം മാറും. അതാണ് ഒരു ഡെമോണിയക് ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് പ്രഭാതന്റെ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സ്വന്തം ഭാര്യയെ കൊല്ലാനായിട്ട് കംസൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ വസുദേവർ പെട്ടെന്ന് ഇടപെട്ടു. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് വസുദേവർക്ക് വാളൊക്കെ എടുത്ത് കംസന് വേണ്ടി യുദ്ധം ചെയ്യാൻ പറ്റില്ല. കാരണം കംസൻ വളരെ സ്ട്രോങ് ആണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വസുദേവൻ വളരെ വളരെ പാസിഫൈ ചെയ്യാനായിട്ട് നോക്കും. അല്ലയോ കംസ, ഇത് ദേവകി എന്ന് പറയുന്നത് നിന്റെ സഹോദരിയാണ്, കൊല്ലരുത്. കൊന്നു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ആൾക്കാർ എന്ത് പറയും? എല്ലാവരും പറയില്ലേ നിന്റെ സഹോദരിയെ നീ കൊന്നു. അപ്പോൾ കംസൻ പറയും, അതൊന്നും എനിക്കൊരു വിഷയമേമല്ല. എന്നെ ആര് കൊല്ലാൻ വരുന്നു, ഞാൻ അവരെ നശിപ്പിച്ചിരിക്കും. എനിക്കൊന്നും ഒരു വിഷയമല്ല. ആരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് വീണ്ടും ദേവികയെ കൊല്ലാൻ വേണ്ടിയിട്ട് വാളൊക്കെ എടുക്കും. അപ്പോൾ വസുദേവർ പതിയെ പതിയെ ഓരോ ന്യായങ്ങളെല്ലാം പറഞ്ഞ് കംസനെ പാസിഫൈ ചെയ്യും. എന്നിട്ട് അവസാനം വസുദേവർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ശരി, ദേവകിയുടെ 8ാമത്തെ പുത്രനല്ലേ എന്നെ കൊല്ലാൻ പോകുന്നില്ല, ദേവകി അല്ലല്ലോ, ദേവകി സ്പെയർ ചെയ്യൂ. ഞാൻ കുട്ടികളെ എപ്പോഴൊക്കെ ജനിക്കുന്നോ ആ ഒരു സമയത്ത് തന്നെ എല്ലാ കുട്ടികളെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കാം എന്ന് പറയും. അപ്പോൾ ഓക്കെ, അതൊരു നല്ല സജഷനാണ്. കാരണം വസുദേവർ എന്ന് പറയുന്ന വസുദേവരുടെ വാക്ക് പറഞ്ഞാൽ ഒരിക്കലും മാറില്ല. അതെല്ലാവർക്കും അറിയാം, കംസനും അറിയാം. അപ്പോൾ വസുദേവന്റെ വാക്കുകൾ ഈവൻ കംസൻ, അസുരനായ കംസന് പോലും വിശ്വാസമുണ്ടായിരുന്നു. അപ്പോൾ കംസൻ സമ്മതിച്ചു, ഓക്കെ, ഞാൻ ദേവകിയെ കൊല്ലുന്നില്ല. എപ്പോഴൊക്കെ നിങ്ങളുടെ കുട്ടികൾ ജനിക്കുന്നു അപ്പോൾ ആ കുട്ടിയെ എനിക്ക് കൊണ്ടുതരണം എന്ന് പറയും. അപ്പോൾ അവിടെ പ്രഭാത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, വസുദേവരുടെ സ്വഭാവം, ഭക്തന്മാരും വസുദേവരുടെ സ്വഭാവത്തെ പോലെ സത്യസന്ധമുള്ളവരായിരിക്കണം, വാക്ക് പാലിക്കുന്നവരായിരിക്കണം എന്ന് പ്രഭാത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ എന്ത് ചെയ്യും? എല്ലാവരെയും പിടിച്ച്, വസുദേവരെയും ദേവകിയെയും ഉഗ്രസേനയെയും എല്ലാം പിടിച്ച് കംസനെന്തെയും കാരാഗ്രഹത്തിൽ ജയിലിൽ അടയ്ക്കും. അപ്പോൾ അവർ ജയിലിലിങ്ങനെ കിടക്കുന്ന സമയത്ത് ആദ്യത്തെ പുത്രനുണ്ടാവും, ദേവകിക്കും വസുദേവർക്കും. അപ്പോൾ ആദ്യത്തെ പുത്രൻ ഉണ്ടാകുന്ന സമയത്ത് വസുദേവരുടെ ആ ഒരു വാക്ക്, വസുദേവർ എന്താ പറഞ്ഞത്? കുട്ടികളെല്ലാം കംസന് കൊണ്ട് സമർപ്പിക്കാം പറഞ്ഞിട്ടുണ്ട്. വസുദേവർ എന്ത് ചെയ്യും? ആദ്യം കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ ആ കുഞ്ഞിനെ കൊണ്ട് കംസന്റെ അടുത്ത് കൊടുക്കും. അപ്പോൾ കംസൻ വളരെ അത്ഭുതപ്പെട്ടു പോയി. സ്വന്തം കുഞ്ഞിനെ എനിക്ക് കൊണ്ടു തരുന്നു. അപ്പോൾ കംസൻ പെട്ടെന്ന് സൗമ്യനായി. കംസൻ ഈ കുഞ്ഞിനെ നിങ്ങൾ വെച്ചോളൂ, ഞാൻ എന്തായാലും കൊല്ലുന്നില്ല. കാരണം ദേവകിയുടെ 8ാമത്തെ പുത്രനല്ലേ എന്നെ കൊല്ലാൻ പോകുന്നത്, ആദ്യത്തെ പുത്രനല്ലോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുത്തുവിടും. അപ്പോൾ വസുദേവൻ ആ കുഞ്ഞിനെയും കൊണ്ടുപോകും. അപ്പോഴേക്കും ആര് വരും? അവിടെ നാരദമുനി വരും. നാരദമുനി വന്നിട്ട് ഒരു കംസനോട്, ഇനി എന്താ കൊച്ചിനെ വെറുതെ വിട്ടത് ഞാൻ ചെയ്തു. അപ്പോൾ കംസൻ പറയുന്നത്, ആദ്യത്തെ കുഞ്ഞല്ലേ, എന്നെ കൊല്ലാൻ പോകുന്ന 8ാമത്തെ കുഞ്ഞല്ലേ. അപ്പോൾ നാരദമുനി ഒരു ലോട്ടസ് താമര എടുത്തിട്ട് തൻ്റെ ഇതളുള്ളിനെ എണ്ണും. 1 2 3 4 5 6 7 8 വട്ടത്തിലെഴുതുന്നു. ഇതിലെ അടുത്ത എണ്ണുമ്പോൾ ഏതാണ് ഒന്നാമത്തെ, ഏതാണ് 8ാമത്തത്, 8ാമത്തത് വേണമെങ്കിൽ 1ാമത്താകാം. അതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല എന്ന് ആരോട് പറയും? കംസനോട് പറയും. അപ്പൊ അത് എന്താണ്? നമുക്ക് അത്ഭുതം തോന്നും അല്ലേ? നാരദമുനി, ഭഗവാന്റെ ഏറ്റവും പരമ വൈഷ്ണവനായിട്ടുള്ള നാരദമുനി എന്തിനിങ്ങനെ പറഞ്ഞു എന്ന് നമുക്ക് തോന്നും അല്ലേ? ഭാഗവതത്തിന്റെ ഏത് ക്യാൻറ്റോ, 12 ക്യാൻറ്റോസ് എടുത്താൽ എല്ലാ ക്യാൻറ്റോയിലും പ്രത്യക്ഷപ്പെടുന്ന ഒറ്റ ഒരാള് നാരദമുനിയാണ്. എല്ലാ ക്യാൻറ്റോയിലും നാരദമുനിയുണ്ട്. എല്ലാ പ്രമുഖ വ്യക്തികളെയും ഉപദേശിക്കുന്ന നാരദമുനിയാണ് അല്ലേ? ആദ്യത്തെ ക്യാൻറ്റോയിൽ യുധിഷ്ഠിരനെ ഉപദേശിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ധ്രുവ മഹാരാജിനെ ഉപദേശിക്കുന്ന കാണാം. ഇങ്ങനെ എല്ലാ ക്യാൻറ്റോയിലും നാരദമുനിയുണ്ട്. പ്രഹ്ലാദ് മഹാരാജിനെ ഉപദേശിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നും അല്ലേ? നാരദമുനി എന്താ ഇങ്ങനെ പറഞ്ഞതെന്ന്. അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ ഒരു ലീലയാണ്. കാരണം ഈ കുഞ്ഞിനെ നമ്മൾ കംസൻ കൊല്ലാതെ വിട്ടാൽ ഇനി ഭഗവാൻ ഭൂമിയിലോട്ട് അവതരിക്കാൻ വീണ്ടും സമയമെടുക്കും. അടുത്ത കുഞ്ഞു വന്നു, വീണ്ടും വർഷങ്ങൾ കഴിഞ്ഞ് അടുത്ത കുഞ്ഞു വന്നു, വീണ്ടും അടുത്ത കുഞ്ഞു, അങ്ങനെ
വർഷങ്ങൾ കടന്നു പോകും. അപ്പൊ ദേവന്മാർക്കെല്ലാം ഭഗവാൻ പെട്ടെന്ന് അവതരിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പൊ നാരദ മുനി ഇത് പറഞ്ഞപ്പോൾ കംസന് വീണ്ടും ദേഷ്യം വരും. കംസൻ ഒട്ടനെ പോയിട്ട് എന്ത് ചെയ്യും? ആ കുഞ്ഞിനെ കൊല്ലും. വളരെ മൃഗീയമായിട്ടാണ് കംസൻ കൊല്ലുന്നത്. അങ്ങനെ ചെറിയ കുഞ്ഞാണ്, കാലിൽ പിടിച്ച് തൂക്കിയിട്ട് കല്ലിലടിച്ച് തല സ്മാഷ് ചെയ്താണ് കൊല്ലുന്നത്. അങ്ങനെയാണ് കൊല്ലുന്നത്, വളരെ മൃഗീയമായിട്ടാണ് കൊല്ലുന്നത്. അങ്ങനെ രണ്ടാമത്തെ കുഞ്ഞു വന്നു, മൂന്നാമത്തെ കുഞ്ഞു വന്നു, നാലാമത്തെ കുഞ്ഞു വന്നു, അഞ്ചാമത് ആറാമത്തെ കുഞ്ഞു വന്നു. ആറാമത്തെ കുഞ്ഞ് എന്ന് പറയുന്ന ആരായിരുന്നു? ബലരാമൻ. ബലരാമനാണ് ദേവകി മാതാവിൻ്റെ ഗർഭത്തിൽ വരുന്നത് ആദ്യം. അപ്പോൾ അത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ബലരാമൻ എന്തിനാണ് വരുന്നത്? എപ്പോഴും ഭഗവാൻ വരുമ്പോൾ ഭഗവാന്റെ കൂടെയുള്ള ആൾക്കാർ, ഭഗവാന്റെ പാർശ്വതന്മാർ കൂടെ വരും. അപ്പോൾ ബലരാമൻ എന്ന് പറയുന്നത് എല്ലാ രസത്തിലും ഭഗവാനെ സേവിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഭഗവാന് വരാനും ഭഗവാന് കിടക്കുന്ന ബെഡ് ആരാണ്? അനന്തശേഷനാണ് അല്ലേ? അനന്തശേഷൻ എന്ന് പറയുന്നത് ബലരാമന്റെ ഒരു എക്സ്പാൻഷനാണ്. അപ്പോൾ ഭഗവാന് ഒരു ബെഡ് ഉണ്ടാക്കാനും ഭഗവാന്റെ ലീലകൾക്ക് ഒരു സ്റ്റേജ് തയ്യാറാക്കാനുമാണ് ആദ്യം ബലരാം വരുന്നത്. അപ്പോൾ ദേവകി മാതാവിൻ്റെ ഗർഭത്തിൽ ബലരാം വരുമ്പോൾ ഭഗവാൻ യോഗമായോട് പറയും, ബലരാമനെ ആരുടെ? രോഹിണി മാതാവ്. കാരണം രോഹിണി മാതാവാണ് ഭഗവാന്റെ ബലരാമന്റെ മദർ, അമ്മ എന്ന്. അങ്ങനെ രോഹിണി മാതാവിൻ്റെ ഗർഭത്തിലോട്ട് ആരെ ട്രാൻസ്ഫർ ചെയ്യും? ബലരാമനെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ രോഹിണി മാതാവ് ആ സമയത്ത് എവിടെയുണ്ട്? നന്ദഗോപരുടെ ഗോകുലത്തിലാണ്. അപ്പോൾ ഏഴാമത്തെ കുഞ്ഞിനെ രോഹിണി മാതാവിൻ്റെ ഗർഭത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ കംസൻ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ഏഴാമത്തെ കുഞ്ഞ് ജനിക്കട്ടെ, കൊല്ലാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോൾ ദേവകി മാതാവിൻ്റെ ഗർഭം അലസിപ്പോയി എന്ന് പറയും. ഓ ശരി എന്ന് പറയും. അപ്പോൾ അടുത്തത് കഴിഞ്ഞപ്പോഴാണ് ആരുണ്ടാകുന്നത്? അപ്പോൾ അങ്ങനെ 6 കുഞ്ഞുങ്ങൾ മരിച്ചു അല്ലേ? ഭഗവാന് മുമ്പ് 6 പേര് വന്നു. അപ്പോൾ അതിന് ആചാര്യന്മാർ തരുന്ന എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ എന്തൊക്കെയുണ്ട്? കാമം, ക്രോധം, ലോകം, മോഹം, മതം, മാത്സര്യം, ഇങ്ങനെ 6 കാര്യങ്ങളുണ്ട് നമ്മുടെ ഹൃദയത്തിൽ. 6 ശത്രുക്കൾ നമ്മുടെ ഭക്തിയുടെ സേവനത്തിൽ മുന്നോട്ട് പോകാൻ നമ്മളെ സമ്മതിക്കാത്ത 6 ശത്രുക്കളുണ്ട്. ഈ 6 പേരാണ് ഈ 6 കുഞ്ഞുങ്ങൾ എന്നാണ് പറയുന്നത്. അവർ നശിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ വരികയുള്ളൂ. അങ്ങനെ അതുകൊണ്ടാണ് ഈ 6 പേര് മരിച്ചു പോകുന്നത്. അപ്പോൾ 6 പേര് നമ്മുടെ ഹൃദയത്തിൽ കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യം ഇതെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴേക്കും ആര് വരും? ഭഗവാൻ വരും അല്ലേ? അങ്ങനെ ദേവകി മാതാവിൻ്റെ 8ാമത്തെ പുത്രനായിട്ട് ഭഗവാൻ അവതരിക്കും. അപ്പോൾ ഭഗവാൻ ദേവകി മാതാവ് ഗർഭിണിയാകുമ്പോൾ തന്നെ ദേവകി മാതാവ് വളരെ തേജസ്വിയായിട്ട്, എപ്പോഴും ഇല്ലാത്ത പോലെ ഭയങ്കര ഇഫൾജൻ്റായിട്ട്, ഭയങ്കര തേജസ്വിയായിട്ട് കാണപ്പെടും. അപ്പം തന്നെ കംസനൊരു പേടി തോന്നും, അയ്യോ എനിക്ക് എന്നെ നിഗ്രഹിക്കാനുള്ള ആള് വന്നിട്ടുണ്ട് എന്നൊരു പേടി. അപ്പം അങ്ങനെ ഭഗവാൻ അവതരിക്കാനുള്ള ദിവസം വരും. ആ ദിവസം വരുന്ന സമയത്ത് എല്ലാ വളരെ ഓസ്പീഷ്യസ് ആയിട്ട്, വളരെ നല്ലതായിട്ടുള്ള എല്ലാ സ്റ്റാറുകളും, രോഹിണി നക്ഷത്രം, എല്ലാ സ്റ്റാറുകളും വരുന്നു. ഫുൾ മൂൺ ഡേ ആകുന്നു. അങ്ങനെ എല്ലാം ഒരുമിച്ച്, എല്ലാ ഓസ്പീഷ്യസ് ആയിട്ടുള്ള സൈൻസ് എല്ലാം ഒരുമിച്ച് വരും. അങ്ങനെ വരുന്ന സമയത്ത് ഭഗവാൻ ആ ജയിലിൽ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നതെന്ന് വെച്ചാൽ ഭഗവാന്റെ ചതുർഭുജം ഫോമിലാണ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. ആരുടെ മുന്നിൽ? വസുദേവരുടെയും ദേവകി മാതാവിൻ്റെയും മുന്നിൽ ശംഖ്, ചക്ര, ഗദ, പത്മം ഇതെല്ലാം വെച്ചിട്ട് 4 ഹാൻഡഡ് ഫോം ആയിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെടും. അപ്പം അതിൽ ഭാഗവത 10th കാൻറ്റോയിലാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ലീലകൾ വിവരിക്കുന്നത്. 10th കാൻറ്റോ 10ാമത്തെ സ്കന്ധത്തിലെ 3ാമത്തെ ചാപ്റ്ററിലെ 9, 10 ഭഗവാന്റെ രൂപത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പ്രഭു 10th കാൻറ്റോ ഉണ്ടോ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒന്ന് വായിക്കാം. 3ാമത്തെ ചാപ്റ്റർ 9, 10
തത്തദ്ഭുതം ബാലകം അംബുജേക്ഷണം തത്തദ്ഭുതം ബാലകം അംബുജേക്ഷണം. എല്ലാവർക്കും പറയാം കേട്ടോ. ചതുർഭുജം ശംഖഗദാദി ഉദായുധം ചതുർഭുജം ശംഖഗദാദി ഉദായുധം ശ്രീവത്സലക്ഷ്മം കലശോഭികൗസ്തുഭം ശ്രീവത്സലക്ഷ്മം കലശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭഗം പീതാംബരം സാന്ദ്രപയോദസൗഭഗം മഹാർഹ വൈഡൂര്യ കിരീടകുണ്ടല മഹാർഹ വൈഡൂര്യ കിരീടകുണ്ടല ദ്വിഷ പരിഷ്വക്ത സഹസ്രകുണ്ടളം ദ്വിഷ പരിഷ്വക്ത സഹസ്രകുണ്ടളം ഉദ്ധാമകാഞ്ചി അംഗത കങ്കണാദിഭേരുദ്ധാമകാഞ്ചി അംഗത കങ്കണാദിഭേർ വിരോജമാന വസുദേവ ഐക്ഷത വിരോജമാനം വസുദേവ ഐക്ഷത. ഇത് മൂന്നാണ്. ഒന്നാമത്തെ അടുത്ത് തരാം. അപ്പൊ ഭഗവാന്റെ രൂപത്തെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. തത് അദ്ഭുതം ബാലകം അംബുജേക്ഷണം. തത് അദ്ഭുതം, വളരെ അദ്ഭുതമായിട്ടുള്ള ഭഗവാന്റെ രൂപം ആരാണ് കണ്ടത്? വസുദേവ ഐക്ഷത. വളരെ അദ്ഭുതമായിട്ടുള്ള ഭഗവാന്റെ രൂപം ആര് കണ്ടു? വസുദേവർ കണ്ടു. എങ്ങനെയാണ്? അംബുജേക്ഷണം. അംബുജേക്ഷണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? താമര പോലുള്ള കണ്ണുകൾ. ഇതിന്റെ വീർത്താനെ ആരെങ്കിലും വായിക്കുന്നു? സമ്മത്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധം ശ്രീവത്സലക്ഷ്മം കലശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോദസൗഭഗം മഹാർഹ വൈഡൂര്യ കിരീടകുണ്ടലം ദിശാപരിഷക്ത സഹസ്രകുണ്ടലം ഉത്താമകാഞ്ചിഗണാദിവേ വിരോധമാനം വസുദേവൈസദ. താമരപ്പൂവിതൾ പോലെ അത്ഭുതകരങ്ങളായ കണ്ണുകളോടും ശംഖചക്ര ഗദാപത്മങ്ങളാകിയ ആയുധങ്ങൾ ധരിച്ച 4 കരങ്ങളോടും കൂടിയ നവജാത ശിശുവിനെ വസുദേവർ കണ്ടു. ശ്രീവത്സം കൊണ്ട് അങ്കിതമായ മാറിടവും ജ്വലിക്കുന്ന കൗസുഭരത്നം ശോഭിക്കുന്ന കണ്ഠവും കണ്ടു. മഞ്ഞപ്പട്ടുടുത്ത് കാർമേഘം പോലെ ഇരുണ്ട ശരീരവുമായി നീണ്ടു ചിതറിക്കിടക്കുന്ന മുടിയും വിലയേറിയ വൈഡൂര്യങ്ങൾ പതിച്ച അസാധാരണമായി തിളങ്ങുന്ന കിരീടവും കുണ്ടലങ്ങളും ശോഭനമായ അരിഞ്ഞാണവും തോൾവളകളും കൈവളകളും മറ്റു ആഭരണങ്ങളും അണിഞ്ഞ് ആശ്ചര്യകരമായ രൂപത്തോടു കൂടി ആ കുഞ്ഞ് ദർശനം നൽകി. അദ്ഭുതം ബാലകം അംബുജേക്ഷണം. വളരെ അത്ഭുതകരമായിട്ടുള്ള ഭഗവാന്റെ രൂപം. എങ്ങനെയായിരുന്നു ഭഗവാന്റെ രൂപം? കണ്ണുകൾ എങ്ങനെയായിരുന്നു? അംബുജേക്ഷണം. എങ്ങനെയായിരുന്നു? താമരകൾ പോലുള്ള കണ്ണുകൾ. അതുപോലെ എത്ര കൈ ഉണ്ടായിരുന്നു? ചതുർഭുജം. 4 കൈകൾ. ശംഖ ചക്ര ഗദാ പത്മം അതെല്ലാം വെച്ചിട്ടുള്ള 4 കൈകൾ. ചെസ്റ്റിൽ എന്തായിരുന്നു? ശ്രീവത്സ, ആ ഒരു മാർക്ക്, ശ്രീവത്സ മാർക്ക്. അതുപോലെ കഴുത്തിൽ എന്തായിരുന്നു? എന്ത് വൈഡൂര്യമാണ് ഉണ്ടായിരുന്നത്? കൗസ്തുഭമണി. ഭഗവാന്റെ കൗസ്തുഭമണി. അതുപോലെ ഭഗവാന്റെ നിറം എങ്ങനെയായിരുന്നു? മഴക്കാറ് പോലെ, മഴമേഘം, ശ്യാമവർണം.
അതുപോലെ കറുത്ത രൂപം, അതുപോലെ മുടി എങ്ങനെയായിരുന്നു? വളരെ ചുരുണ്ട്, വളരെ തിക്കായിട്ട് ചുരുണ്ട് ഭഗവാന്റെ മുടി. അതുപോലെ കുണ്ടലം, കിരീടം, സാധാരണ മനുഷ്യൻ ജനിക്കുന്ന പോലെയല്ല അല്ലേ? കിരീടവും കുണ്ടലവും ഒക്കെ ആയിട്ടാണ്, തോൾവളകൾ, വളകൾ, ബാങ്കിൾസ്, ഓർണമെന്റ്സ് എല്ലാം സർവാഭരണ ഭൂഷിതനായിട്ടാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ അത് കണ്ട് ദേവകിയും വസുദേവരും ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഭഗവാനെ, അവർക്ക് പെട്ടെന്ന് ഭഗവാനാണ് എന്നുള്ള ഒരു ചിന്ത അവർക്ക് വന്നു. തന്നെ അവർ ഭഗവാനെ പ്രകീർത്തിച്ച് നമസ്കരിക്കുന്നു. അപ്പൊ അതിനു മുമ്പ്, ഭഗവാൻ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് തന്നെ ദേവന്മാർ വന്ന് സ്തുതി അർപ്പിക്കുന്ന ഒരു ഭാഗം നമ്മുടെ ഭാഗവത്തിലെ ഗർഭസ്തുതി എന്ന് പറയും. ദേവന്മാരുടെ സ്തുതി നമുക്ക് ഭാഗവത്തില് കാണാം. അപ്പൊ ചതുർഭുജമായിട്ട് വന്നു. അപ്പൊ ദേവകി മാതാവ് പറഞ്ഞു, ദിസ് ഇസ് ഹരി, ഹരി 4 കൈയായിട്ട് വന്നാൽ എങ്ങനെ ആൾക്കാരെന്ത് വിചാരിക്കും? സാധാരണ കുട്ടികളെ പോലെയല്ല, 4 കൈയായിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ പുത്രനായിട്ട് ഒരു സുതം, എൻ്റെ പുത്രനായിട്ട് വരണം എന്ന് പറയും. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്യും? മനുഷ്യരൂപത്തിൽ ഭഗവാന്റെ ഒറിജിനൽ ഫോം 2 കൈയായിട്ട് പെട്ടെന്ന് മാറി വരും. അപ്പോൾ എന്നിട്ട് മാറി അവിടെ ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് അവിടെ ജയിലിൽ ഭഗവാന്റെ യോഗമായയുടെ ഇൻഫ്ലുവൻസിൽ ആ ജയിലിലെല്ലാവരും ഉറക്കമായിപ്പോയി. ആരും അറിഞ്ഞില്ല കുഞ്ഞുണ്ടായ കാര്യം. എല്ലാവരും ഉറക്കം, കാവൽക്കാരെല്ലാം ഉറക്കം. അപ്പോൾ ദേവകി മാതാവിനെയും വസുദേവനെയും ചങ്ങല ഇട്ടിരിക്കുകയാണ് ആര്? കംസൻ. അപ്പോൾ ജനിച്ച ഉടനെ തന്നെ, ജനിച്ചെന്ന് പറയാൻ പറ്റില്ല അല്ലേ, അവതരിച്ച ഉടനെ തന്നെ ഭഗവാൻ എന്ത് പറയും? എന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകണം പറയും, ഗോകുലത്തോട്ട്, വൃന്ദാവനത്തിലോട്ട് എന്നെ ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറയും. അപ്പോൾ വസുദേവർ ഒട്ടനെ തന്നെ സമ്മതിക്കും. ഭഗവാൻ എന്താണ് നമുക്ക് കൽപ്പിക്കുന്നത് അതിന് നമുക്ക് എതിരൊന്നും പറയാൻ പാടില്ല. അതുകൊണ്ട് അത് പറയുന്നത് വസുദേവരുടെ ആ ഒരു സ്വഭാവം. ഭഗവാൻ പറഞ്ഞു എന്നെ വൃന്ദാവനത്തിലോട്ട് കൊണ്ടുപോകും എന്ന് ഒട്ടനെ തന്നെ വസുദേവർ. പറ്റില്ല, ഇപ്പൊ ഭയങ്കര മഴ പെയ്യാണ്, ചെറിയ ഇടി മഴയും ഒക്കെ ഉണ്ടായിരുന്നു. യമുനയൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്ന സമയം. ഇപ്പൊ മഴയാണ്, പറ്റില്ല എന്നൊന്നും വസുദേവർ, എനിക്ക് പറ്റില്ല എന്നൊന്നും വസുദേവർ പറഞ്ഞില്ല. ഭഗവാൻ പറഞ്ഞു ഓക്കെ, ഇനി ഇപ്പൊ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു. ഒട്ടനെ തന്നെ ഭഗവാനെ എടുത്ത് വൃന്ദാവനത്തിലോട്ട് നടക്കാൻ തുടങ്ങും. അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന വെച്ചാൽ ഇവര് ഒത്തിരി കഷ്ടപ്പെട്ടാണ്, ഒത്തിരി വേദനകൾ സഹിച്ചതിന് ശേഷമാണ് ഭഗവാൻ ഉണ്ടാകുന്നത് അല്ലേ. ജയിലിൽ പിടിച്ചിട്ടു, കംസന്റെ ദുഷ്ടത്തരം, ഇതെല്ലാം സഹിച്ചാണ് അവസാനം ഭഗവാൻ വരുന്നത്. അപ്പൊ തന്നെ ഭഗവാൻ പറഞ്ഞു, അവർക്ക് ഒരു നോക്ക് മാത്രമേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ തന്നെ ഭഗവാൻ പറഞ്ഞു എന്നെ വൃന്ദാവനത്തിലോട്ട് കൊണ്ടുപോകും. നമ്മളാണ് പറയാൻ പറ്റില്ല, എന്നൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല, ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ, 4 ദിവസം കഴിഞ്ഞ് പോകാം എന്ന് പറയും. പക്ഷെ വസുദേവർ അങ്ങനെയല്ല, ഭഗവാൻ എന്താണോ പറഞ്ഞത് അത് അപ്പൊ തന്നെ ശരി വെച്ചിട്ട് ഭഗവാനെ എടുത്തുകൊണ്ട്. അതാണ് ഭക്തന്റെ ഒരു സ്വഭാവം എന്ന് പറയും. ഭഗവാന്റെ ആജ്ഞ എന്താണോ അത്, എന്താണ് നമുക്ക് ഭഗവാൻ ആജ്ഞ തരുന്നത് അത് മുന്നോട്ട് പോകുക. അപ്പൊ ഒരുപാട് ഇവിടെ എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ മൂളിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ തടസ്സങ്ങളും ഭഗവാൻ മാറ്റിത്തരും. അതാണ് നമുക്ക് വസുദേവന്റെ ആ ഒരു യാത്രയിൽ കാണാൻ പറ്റുന്നത്. ഭയങ്കര മഴയാണ്, യമുന നിറഞ്ഞൊഴുകുകയാണ്. അപ്പോഴേക്കും ആ മഴയത്ത് കുട പിടിക്കാൻ ആര് വരും? ഭഗവാനെ നന്ദശേഷൻ വരും. എന്നിട്ട് നടന്നു പോകുന്ന സമയത്ത് യമുന എന്ത് ചെയ്യും? 2ആയിട്ട് വഴി മാറിക്കൊടുക്കും. അപ്പോൾ എല്ലാം വളരെ സുഗമമായിട്ട് വസുദേവർ എവിടെ എത്തി? വൃന്ദാവനത്തിൽ എത്തി. അതാണ് പറയുന്നത്, ഭഗവാൻ എന്ത് പറയുന്നോ നമ്മൾ സമ്മതിക്കുക. അയ്യോ എന്നെ കൊണ്ട് പറ്റുമോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഭഗവാന്റെ ആജ്ഞ അനുസരിച്ച് മുന്നോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഭഗവാൻ ശരിയാക്കി തരും എന്ന് പ്രഭുപാദയുടെ എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ വസുദേവർ അവിടെ ഗോകുലത്തിൽ എത്തി. അപ്പൊ ഗോകുലത്തിൽ എന്താണ് സംഭവിച്ചത്? അവിടെ യശോദ മാതാവും നന്ദ മഹാരാജാവിനും ഒരു കുഞ്ഞ് ജനിക്കുന്നു. അപ്പൊ യശോദ മാതാവ് കുറച്ച് വയസ്സായതിനു ശേഷമാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. അപ്പൊ ആചാര്യന്മാർ പറയുന്നതെന്ന് വെച്ചാല് ദേവകി മാതാവിന് ഇവിടെ ഭഗവാൻ ജനിക്കുന്ന അതേ സമയത്ത് തന്നെ അവിടെ യശോദ മാതാവിന് 2 കുഞ്ഞുങ്ങളാണ് ഉണ്ടാകുന്നത്. ട്വിൻസ് ആണ് ഉണ്ടാകുന്നത്. ഒരു പെൺകുഞ്ഞും അതുപോലെ ഭഗവാനും. അവിടെയും ഒരു ഭഗവാൻ ഒരേപോലെ. ഇവിടുത്തെ വസുദേവ കൃഷ്ണനാണെങ്കിൽ അവിടെ
വ്രജേന്ദ്രനന്ദൻ. വ്രജേന്ദ്രനന്ദൻ എന്ന് പറഞ്ഞാൽ നന്ദ മഹാരാജാവിന്റെ മകനായ വ്രജേന്ദ്രനന്ദൻ അവിടെ ഉണ്ടാകും. അതും ഇതുപോലെ പറയുന്ന പോലെ 200 ഫോം കറുത്ത് മഴമേഘം പോലെ കറുത്ത് ഇങ്ങനെ കിടക്കുക ഭഗവാൻ. ട്വിൻസാണ് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ ആചാര്യന്മാർ പറയുന്ന വെച്ചാൽ ഭഗവാന്റെ ഇങ്ങനെ ചുരുണ്ട മുടി, ഇങ്ങനെ ഭയങ്കര തിക്കായിട്ടുള്ള മുടി. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഒരു കുഞ്ഞു കൈ ഉണ്ടല്ലോ, ഇങ്ങനെ മുടിയുടെ ഇടയിൽ കുഞ്ഞു പിള്ളേരുടെ കൈ കണ്ടിട്ടില്ലേ, പെട്ടുപോയിട്ട് ഇങ്ങനെ ഭഗവാൻ എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വളരെ സ്വീറ്റായിട്ട് ഭഗവാൻ അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും. അപ്പൊ ആ സമയത്താണ് ഇവിടുത്തെ വസുദേവ കൃഷ്ണനെയും കൊണ്ട് അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഈ കുഞ്ഞുണ്ടായ ആ ഒരു ക്ഷീണത്തിൽ, ആരുമില്ല, കുഞ്ഞുണ്ടായ ആ ഒരു ക്ഷീണത്തിൽ ദേവകി മാതാവ് യശോദ മാതാവ് ഉറങ്ങിപ്പോകും. യശോദ മാതാവിന് അറിയില്ല ഏത് കുഞ്ഞാണ്, പെൺകുഞ്ഞാണോ ആൺകുഞ്ഞാണോ എത്ര കുട്ടികളുണ്ടായെന്നും യശോദ മാതാവ് അറിയുന്നില്ല. ആ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആണ് ചെല്ലുന്നത് വസുദേവർ ഭഗവാനായിട്ട് അവിടെ ചെല്ലുന്നത്. അപ്പൊ ഈ ആൺകുഞ്ഞിനെ അവിടെ കിടത്തിയതിനു ശേഷം വസുദേവർക്ക് ഒറ്റ കുഞ്ഞിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആരെയാണ്? പെൺകുഞ്ഞിനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. മറ്റേ വ്രജേന്ദ്രനന്ദൻ കൃഷ്ണനായ കൃഷ്ണനെ ആർക്കും കാണാൻ പറ്റിയില്ല, വസുദേവ കൃഷ്ണനെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ആചാര്യന്മാർ ഒത്തിരി എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നുണ്ട്. ഭഗവാൻ കണ്ണടച്ചുള്ള ഇരുട്ടായതുകൊണ്ട് കണ്ടില്ല, ഇരുട്ടായിരുന്നു ഭഗവാന്റെ കളം ഇരുട്ടായതുകൊണ്ട് കണ്ടില്ല, അങ്ങനെ പല പല രീതിയിലുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ഈ കൃഷ്ണനെ, ഭഗവാന്റെ വസുദേവന്റെ കയ്യിലിരുന്ന കൃഷ്ണനെ അവിടെ കിടത്തിയിട്ട് പെൺകുഞ്ഞിനെ എടുത്തുകൊണ്ട് തിരിച്ചു വരും. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത്? രണ്ട് കൃഷ്ണൻ, ആരൊക്കെയാണ്? വസുദേവ കൃഷ്ണനും വ്രജേന്ദ്രനന്ദൻ കൃഷ്ണൻ. അവർ രണ്ടുപേരും കൂടെ ഒരുമിക്കും, ഒന്നായിട്ട് ഒരു കൃഷ്ണനായിട്ട് കിടക്കും. അപ്പോഴാണ് ആരുണരുന്നത്? യശോദ മാതാവ് ഉണരുന്നു. അപ്പൊ എല്ലാവരും യശോദ മാതാവിന് ഭഗവാൻ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അറിയിക്കുന്നു, നന്ദ മഹാരാജാവിനെ അറിയിക്കുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടിയാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവിടെ എന്താണ്? വസുദേവർ ഈ കുഞ്ഞിനെയും കൊണ്ട്, പെൺകുഞ്ഞാണ്, അവിടെ കൊണ്ടുപോകും. അപ്പൊ അവിടെ ദേവകി മാതാവിനും വസുദേവർക്കും അറിയാം ഇത് നമ്മുടെ കുഞ്ഞല്ല എന്ന് പറയും. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ പോകുന്ന സമയത്ത് വാതിലുകളെല്ലാം തനിയെ തുറക്കും. വസുദേവർ കയറുന്ന സമയത്ത് അതെല്ലാം തനിയെ അടയും. അപ്പോഴും കാവൽക്കാർ ഭയങ്കര ഉറക്കമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ കുഞ്ഞിനെ അവിടെ കിടത്തുമ്പോഴേക്ക് കുഞ്ഞ് കരയാൻ തുടങ്ങും. ആ കുഞ്ഞ് കരയണ സമയത്ത്, അപ്പോൾ ഇതെല്ലാം ഭഗവാൻ ചെയ്തുകൊടുത്ത അറേഞ്ച്മെന്റ് ആണ്. ആദ്യം ഭഗവാൻ ഉണ്ടായി കഴിഞ്ഞ് വൃന്ദാവനത്തിലോട്ട് പോകുന്ന സമയത്ത് അവരുടെ ചങ്ങലയെല്ലാം തനിയെ അഴിഞ്ഞു, വാതിലെല്ലാം തുറന്നു. ഇപ്പൊ കാവൽക്കാരെല്ലാം കിടന്ന് ഉറക്കമായിരുന്നു. തിരിച്ചു വന്നപ്പോൾ അതേപോലെ വാതിലെല്ലാം തുറന്നു, അടച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റി? കാവൽക്കാരെല്ലാം ഈ കരച്ചിലിട്ട് ഉണർന്നു എല്ലാവരും എട്ടാമത്തെ പുത്രനുണ്ടായി എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് കംസനോട് പറഞ്ഞു കൊടുത്തു. എട്ടാമത്തെ പുത്രനുണ്ടായി, ഓടി വരൂ കംസന്. അപ്പോൾ കംസൻ ഓടി വരും. ഓടി വന്ന് നോക്കുമ്പോൾ ആരാണ്? പെൺകുഞ്ഞാണ്. അപ്പോൾ ദേവകി മാതാവ് പറയും, ഇത് പെൺകുഞ്ഞാണ്, ഇതിലൊന്നും ചെയ്യരുത്. ഈ പെൺകുഞ്ഞിനെ നിന്നെ കൊല്ലാനായിട്ട് ഒരിക്കലും പറ്റില്ല. അപ്പോൾ ഇതിനെ സ്പെയർ ചെയ്യണം, ഇതിനെ കൊല്ലരുത് എന്ന് പറഞ്ഞ് ദേവകി മാതാവ് പ്ലീഡ് ചെയ്യും. പക്ഷേ കംസൻ എങ്ങനെയാണ്? അസുരനാണ്. അപ്പോൾ കംസന് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും എട്ടാമത്തെ കുഞ്ഞെന്നെ കൊല്ലുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്നെ കൊല്ലും എന്ന് പറഞ്ഞിട്ട് അതുപോലെ കാലിൽ തൂക്കി ഇങ്ങനെ എടുക്കുന്ന സമയത്ത് യുഗമായാണ് അന്ന് കംസന്റെ കയ്യിൽ നിന്ന് തെന്നിപ്പോയിട്ട് പറയും, അല്ലയോ കംസ, നിന്നെ കൊല്ലാനുള്ള ഭഗവാൻ ഓൾറെഡി ജന്മമെടുത്ത്, ഓൾറെഡി അവതരിച്ചു കഴിഞ്ഞു എന്ന് ഒരു വാക്ക് പറഞ്ഞിട്ട് യോഗമായ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതാണ് ഭഗവാന്റെ അവതരിക്കുന്ന ഈ ഒരു ലീല എന്ന്. നമ്മൾ വസുദേവരെ പറ്റി പറഞ്ഞു, വസുദേവരുടെ ആ ഒരു സ്വഭാവത്തെ പറ്റി പറഞ്ഞു അല്ലേ. എല്ലാം ഭഗവാന്റെ ആജ്ഞ അനുസരിക്കാൻ വേണ്ടി റെഡിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പ്രഭുപാദിനെ നമ്മൾ നോക്കിയാലും പ്രഭുപാദും അങ്ങനെയായിരുന്നു. പ്രഭുപാദ് എന്ത് ചെയ്തു? തൻ്റെ ആത്മീയ ഗുരുവിൻ്റെ ആ ഒരു ആജ്ഞ അനുസരിക്കാൻ വേണ്ടി പ്രഭുപാദ് എത്ര വർഷം പ്രിപ്പയർ ചെയ്തു. ആ ആജ്ഞ നിറവേറ്റണം എന്നുള്ള മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ 40 വർഷത്തോളം പ്രഭുപാദ് കാത്തിരുന്നു. ആ ഒരു എന്തായിരുന്നു?
പ്രഭുപാന്റെ ആത്മീയ ഗുരുവിന്റെ ആജ്ഞ പ്രഭുപാനോട്? പാശ്ചാത്യ ദേശങ്ങളിൽ പോയിട്ട് കൃഷ്ണാബോധം പ്രചരിപ്പിക്കണം എന്നൊരു ആജ്ഞ കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രഭുപാദിന്റെ ആത്മീയ ഗുരു. അപ്പൊ അതിങ്ങനെ മനസ്സിലേറ്റി പ്രഭുപാദ് നടക്കുകയായിരുന്നു. അത് ഭഗവാന്റെ ആജ്ഞയാണ്. ആധ്യാത്മിക ഗുരുവിന്റെ ആജ്ഞ എന്ന് പറയുന്നത് ഭഗവാന്റെ ആജ്ഞയാണ്. അപ്പൊ ആ ഒരു ആജ്ഞ നിറവേറ്റണം എന്നിങ്ങനെ ആഗ്രഹിച്ചിരുന്നു. അപ്പൊ അതുപോലെയാണ് വസുദേവർ എങ്ങനെയാണോ ഭഗവാനെ വൃന്ദാവനത്തിൽ കൊണ്ടുപോയത്, അതുപോലെയാണ് പ്രഭുപാദ് ശ്രീകൃഷ്ണ ഭഗവാനെ എങ്ങോട്ട് കൊണ്ടുപോയി? കടൽ കടന്ന്, യമുന കടന്ന് വസുദേവർ കൊണ്ടുപോയതുപോലെ പ്രഭുപാദ് കടൽ കടന്ന് ഭഗവാനെ പാശ്ചാത്യ ദേശത്തോട്ട് കൊണ്ടുപോയി. അവിടെ നിന്ന് ഭഗവാനെ കേട്ടിട്ട് പോലുമില്ല. ആരാ കൃഷ്ണൻ എന്നൊക്കെ ചോദിക്കുന്നു അവിടുത്തെ ആൾക്കാർ. അവിടെ പോയി ഭഗവാന്റെ കഥകൾ എല്ലാം പറഞ്ഞ് അവരെല്ലാം വലിയ വലിയ ഉന്നതന്മാരായിട്ടുള്ള ഭക്തന്മാരാക്കി. പോണ വഴിക്ക് ഷിപ്പില് ജലദൂത എന്ന ഷിപ്പിലാണ് പോകുന്നത്. ആ ജലദൂതയിലെ ഷിപ്പില് ക്യാപ്റ്റൻ പറയുന്നത് എന്താണ്? ഇത്രയും ശാന്തമായിട്ടുള്ള ഒരു കടൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത്ര ശാന്തമായിട്ടാണ് കടൽ കിടക്കുന്നത്. അങ്ങനെ പോകുന്ന സമയത്താണ് കടലില് ഷിപ്പിൽ പോകുന്ന സമയത്ത് ജന്മാഷ്ടമി വന്നു. പ്രഭുപാദ് പോകുന്ന സമയത്ത് അപ്പൊ ഷിപ്പിൽ വെച്ചിട്ടാണ് ആ ഒരു ജന്മാഷ്ടമി പ്രഭുപാദ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രസാദമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവിടെ ഷിപ്പിലുണ്ട ആൾക്കാർക്കെല്ലാം ഒരു പ്രവചനം, ഒരു ചെറിയ ലെക്ചർ കൊടുത്തു. എല്ലാവർക്കും പ്രസാദം വിതരണം ചെയ്ത് ചെറിയൊരു കീർത്തനം ചെയ്തു. അങ്ങനെയാണ് ആ ഷിപ്പിൽ വെച്ച് പ്രഭുപാദ് ജന്മാഷ്ടമി സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഭഗവാന്റെ ആജ്ഞയെപ്പറ്റി നമ്മൾ വിഷമിക്കേണ്ട കാര്യമേ ഇല്ല. അയ്യോ ഞാൻ എങ്ങനെ അത് ചെയ്യും, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കേണ്ട കാര്യമേ ഇല്ല. നമ്മൾ യെസ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഭഗവാൻ ചെയ്തു തരും. അതുപോലെയാണ് പ്രഭു. എങ്ങനെയാണ് വസുദേവർക്ക് പറ്റിയത് അതുപോലെയാണ് പ്രഭു. അവിടെ പോയിട്ട് ഇത്ര അവിടെ ഒന്നും പറഞ്ഞുകൊണ്ടാത്ത ഹിപ്പികളെയാണ് റീച്ച് ചെയ്തിട്ട് വളരെ വളരെ ഉന്നതന്മാരായ ഭക്തന്മാരാക്കി സന്യാസിമാരാക്കി മാറ്റിയത്. അപ്പൊ അതിനെല്ലാം പ്രഭുപാദ് അങ്ങനെ ഭഗവാന്റെ ആജ്ഞ ചെയ്യണം എന്നുള്ള ദൃഢനിശ്ചയത്തോടെ പോയപ്പോൾ ബാക്കിയെല്ലാം ശരിയായിരുന്നു. അതുപോലെ ആയിരിക്കും ഭക്തന്മാരുടെ മൂഡ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ജന്മാഷ്ടമി നമുക്ക് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാം? നമ്മൾ സാധാരണ എവിടെയൊക്കെ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്നു? എങ്ങനെ ജന്മാഷ്ടമി നിങ്ങൾക്ക് എങ്ങനെ ജന്മാഷ്ടമി സെലിബ്രേറ്റ് ചെയ്യുന്നു വീട്ടിൽ? ആരും സെലിബ്രേറ്റ് ചെയ്യില്ലേ? ഭഗവാൻ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കില്ലേ? പായസം, കുണ്ടിയപ്പം, അങ്ങനെയൊക്കെ വെണ്ണയൊക്കെ ഉണ്ടാക്കി ഭഗവാൻ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി വെക്കാം. പിന്നെ ഇവിടെ റാലിയൊക്കെ ഉണ്ടാവും അല്ലേ? ശോഭയാത്ര ഒക്കെ ഉണ്ടാവും. അതുപോലെ നമ്മൾ ബാഹ്യമായിട്ട് എങ്ങനെയാണോ ജന്മാഷ്ടമി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അഷ്ടമി രോഹിണി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്, അതുപോലെ ഇന്റേണലി ആന്തരികമായിട്ടും നമ്മൾ ജന്മാഷ്ടമി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കണം. അതെങ്ങനെ നമ്മൾ തയ്യാറെടുക്കും? ഭഗവാന്റെ നാമസങ്കീർത്തനം ഡെയിലി ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്യണം. അപ്പൊ നമ്മൾ ഡെയിലി എങ്ങനെയാണ്, എന്ത് നാമമാണ് ജപിക്കുന്നത്? നമ്മൾ കലിയുഗത്തിലെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. അത് എന്നും നമ്മൾ ജപിക്കണം. ജപമാലയുണ്ട്, ജപിക്കാൻ എല്ലാവരും ജപിക്കുന്നവരാണ്. അപ്പൊ ജപിക്കാൻ തുടങ്ങാത്തവര് അത് തുടങ്ങണം. എല്ലാ ദിവസവും ഒരു മാല ജപിക്കണം. ഒരു മാല ജപിച്ചുകൊണ്ടിരിക്കുന്നവര് അത് 2 മാലയാക്കണം. 2 മാലയുള്ളവർ 4 മാലയാക്കണം. 4 മാല ചെയ്യുന്നവർ 8 മാലയാക്കണം. അങ്ങനെ പതുക്കെ പതുക്കെ അത് കൂട്ടിക്കൊണ്ടുവരണം. അങ്ങനെയേ നമുക്ക് ഭക്തിയുത സേവനം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്നും ജപിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഗുണം? ഡെഫിനറ്റ്ലി നമ്മൾ ഭഗവാന്റെ ഭക്തനായി മാറും. നമ്മുടെ ഉള്ളിൽ ഭക്തി ഉണ്ടാകും. അല്ലാതെ എന്താണ് ഗുണം വരുന്നത്? നമ്മുടെ ഉള്ളിൽ ഭക്തിയുണ്ട്. നമ്മൾ പറഞ്ഞ ജന്മാഷ്ടമി ഇന്റേണലി നമുക്ക് എങ്ങനെ ഭഗവാന്റെ ജന്മാഷ്ടമി നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഇപ്പൊ മാതാജി പറഞ്ഞ ജപം കൊണ്ട് നമ്മുടെ ഉള്ളിൽ എന്താണ് വ്യത്യാസം വരുന്നത്?
ഭഗവാനോട് അടുക്കണം. ഭഗവാനോട് അടുക്കണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കാമ, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ഇതെല്ലാം നമ്മുടെ ഉള്ളിലുണ്ട് അല്ലേ? ലാസ്റ്റ്, ഗ്രീഡ്, ആങ്കർ എല്ലാം ഉണ്ട് നമ്മുടെ ഉള്ളിൽ. നമുക്ക് പറയാൻ പറ്റില്ല എനിക്കിതൊന്നുമില്ല, ഞാൻ സന്യാസിയാണ്, നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ കാമ, ക്രോധ, ലോഭ, മോഹം ഇതിനെല്ലാം നമ്മൾ നമ്മുടെ ജപത്തിലൂടെ അത് പതുക്കെ പതുക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് പോകും, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അത് പോകും. അതാണ് നമ്മൾ കുളിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മൾ ബാഹ്യമായിട്ട് വൃത്തിയാകാൻ നമ്മൾ എന്ത് ചെയ്യും? കുളിക്കും അല്ലേ? നമ്മൾ ബാഹ്യമായിട്ട് മാത്രമല്ല വൃത്തിയായിട്ടിരിക്കുകയാണ്, നമ്മൾ എന്ത് ഇന്റേണലി നമ്മൾ ശുദ്ധമായിട്ടിരിക്കും. നമ്മുടെ ആ ഒരു ഹൃദയം ശുദ്ധമാക്കി വെച്ചാൽ മാത്രമേ ആ ഒരു ഹൃദയത്തിൽ ആര് വരുള്ളൂ? ഭഗവാൻ വന്ന് കൂടിയിരിക്കുള്ളൂ. പക്ഷെ ഈ പ്ലസ് ഗ്രീഡ് ആങ്കറൊക്കെ നമ്മുടെ ഉള്ളിൽ ഇരുന്ന് അവിടെ ഭഗവാൻ ഇരിക്കാൻ സ്ഥലമുണ്ടോ? ഇല്ല. ഈ 6 പേര് ഇരിക്കുകയല്ലേ. അപ്പോൾ ഭഗവാൻ അവിടെ ഒന്നും ഇരിക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ആറ് കുട്ടികൾ വന്ന് പോയ ആരെയാണ് സ്പെസിഫൈ ചെയ്യുന്നത്? ഈ കാമക്രോധലോപമോഹമാണ്. അവരെല്ലാം പോയി കഴിയുമ്പോൾ മാത്രമേ ഭഗവാൻ അവതരിക്കുള്ളൂ. അതുപോലെയാണ് നമ്മുടെ ഹൃദയത്തിലും നമ്മൾ ഇതെല്ലാം മാറിക്കഴിഞ്ഞാൽ മാത്രമേ ചൈതന്യ മഹാപ്രഭു ഉദ്ദിഷ്ടാഷ്ടകത്തിൽ എന്താണ് പറയുന്നത്? ചേതോദർപ്പണ മാർജനം. അപ്പോൾ ചേതോദർപ്പണം നമ്മുടെ കണ്ണാടി തുടച്ച് വൃത്തിയാക്കുന്നത് പോലെ നമ്മൾ നാമജപം എല്ലാ ദിവസവും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം തുടച്ച് നമ്മൾ വൃത്തിയാക്കി ഭഗവാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹൃദയത്തിൽ ശുദ്ധമാക്കി വെക്കുമ്പോൾ മാത്രമേ ഭഗവാൻ ആ ഒരു ഹൃദയത്തിൽ വരുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ ജപിക്കും. നമുക്ക് ആ ഒരു മാറ്റം ചിലപ്പോൾ മനസ്സിലാകുക. ഒരു ദിവസം ജപിച്ചെന്ന് പറഞ്ഞാൽ ആ ഒരു മാറ്റം നമുക്ക് വരില്ല. പക്ഷേ കുറേ ജപിച്ച് കഴിയുമ്പോൾ ശരിക്കും നമ്മുടെ സ്വഭാവത്തിലൊരു മാറ്റം എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ജപം ഒരിക്കലും നിർത്താൻ പാടില്ല. ജപം നമ്മൾ കണ്ടിന്യൂ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഭഗവാനെ നമ്മുടെ ഹൃദയത്തിലോട്ട് ആനയിച്ച് ഇരുത്താൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാൻ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ ജപിക്കുക, എല്ലാ ദിവസവും ജപിക്കുക. ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ നാമരൂപ ഗുണ ലീല. അപ്പോൾ 9 പ്രോസസ് ഭക്തിയുത സേവനത്തിൻ്റെ നവവിധ ഭക്തി എന്ന് പറയുന്നത് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം. അതിൽ ആദ്യം പറയുന്നത് എന്താണ്? ശ്രവണവും കീർത്തനവും. ഭഗവാന്റെ കഥകളെ പറ്റി, നാമരൂപ ഗുണലീലയെ പറ്റി കേൾക്കുക. എന്നും കേൾക്കണം, എന്നും ഭഗവത്ഗീത, ഭാഗവതം നമ്മൾ വായിക്കണം. ആഴ്ചയിലൊരിക്കൽ മാത്രം പോരാ. എല്ലാ ദിവസവും നമ്മൾ സ്വന്തമായിട്ട് ഭഗവത്ഗീത, ഭാഗവതം കേൾക്കുകയും വേണം, വായിക്കുകയും വേണം. എന്നാൽ മാത്രമേ വിഷ്ണു സ്മരണം ഉണ്ടാവുള്ളൂ. നമ്മുടെ ഉള്ളിൽ ഭഗവാനെ പറ്റി ചിന്തിക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പം എല്ലാ ദിവസവും ജപിക്കണം. അതുപോലെ തന്നെ എല്ലാ ദിവസവും, അതുകൊണ്ടാണ് നിത്യം ഭാഗവത സേവയ എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഭഗവാന്റെ കഥകൾ കേൾക്കാനായിട്ട് ശ്രമിക്കാം. എന്നാൽ മാത്രമേ നമുക്ക് ഭക്തിയുത സേവനത്തിൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റുകയുള്ളൂ. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അടുത്ത വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് നിർത്താം. ഹരേ കൃഷ്ണ.